അപ്പോൾ ഞങ്ങളുടെ ജേർണി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പാക്കിംഗ് വീഡിയോ കണ്ടു കാണും. അപ്പോൾ ആ പാക്കിങ്ങിന്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഒരു ലോഡ് സാധനങ്ങളും ഞങ്ങൾ 2 മനുഷ്യരും ഞങ്ങളുടെ വണ്ടിയുമായിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഞങ്ങൾ പോകുന്നത് ഫുൾ മഞ്ഞ് നിറഞ്ഞ് കിടക്കുവാണ്. പിന്നെയും നല്ല റോഡാന്ന്. അതെ, ഇത്രയും നേരം വന്ന റോഡ് ഇത്രയും നേരം ശരിക്കും ലൈറ്റ് ഇല്ലായിരുന്നു. 7:40ക്കാണ് സൺറൈസ്. എന്റെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ലിബ നമുക്ക് എവിടെ കിടക്കുകയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 hours പാസ് ചെയ്തല്ലേ. 4th hourലോട്ട് പോവാണ്. അതെ, ഞങ്ങള് പോകുന്ന ഡെസ്റ്റിനേഷന്റെ കിലോമീറ്റേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞങ്ങള് ഒരു 4 മണിക്കൂർ ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ആണ് ശരിക്കും. അപ്പോ നിങ്ങൾ എന്തായാലും ഈ സമയം കൊണ്ട് ഞങ്ങള് അവിടെ ലണ്ടനിൽ നിന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങിയ കുറച്ച് ഗ്ലിംസസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വലിയ വീഡിയോസ് ആയിട്ടൊന്നുമില്ല. അപ്പൊ അത് പോയി കണ്ടിട്ട് വരും അല്ലേ? അതെ. He told me spelling and I created it. സന്തോഷത്തിന് 2 എണ്ണം. യെസ്, അപ്പോൾ ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെയായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വന്നപ്പോഴുള്ള തൊട്ടുള്ള ഞങ്ങളുടെ ഹോം എന്ന് പറയുന്നത് ലണ്ടൻ സിറ്റിയാണ്. ഞാൻ 2 വർഷം പഠിച്ചത്, എബിച്ചേട്ടൻ പട്ടിപ്പണിയെടുത്തത് എല്ലാം ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടൻ വിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെയും വീട് വിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതീതി പോലെയുണ്ട്. ഇത്രയും നാള് നിന്നിട്ട് ഈവൻ തോ 2 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ട് വന്ന സിറ്റിയും ഞങ്ങളുടെ ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സിറ്റി. എന്റെ അമ്മോ. ഓക്കെ, അത് ഞങ്ങൾ ഇവിടെ ഒരു കാറിനെ കമന്റ് അടിച്ചാണ്. ഇങ്ങനെയൊക്കെ കമന്റ് അടിച്ചാണ് ഞങ്ങള് സമയം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി കണ്ടില്ലേ, ഓൾമോസ്റ്റ് 26 hours ഇനിയുണ്ട്. ഈ 26 hours ആക്ച്വലി കൂടും ബിക്കോസ് ഓഫ് ദ ടൈം ചേഞ്ച്. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉള്ള ടൈം ചേഞ്ച് കാരണം നമ്മളിപ്പോൾ എന്തായാലും ഒൻറ്റാരിയോ വിടുവാണ് എന്നാണ് നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ? കഴിഞ്ഞിട്ടില്ല, ഒൻറ്റാരിയോ കൂടെ പൊക്കോട്ടിരിക്കുന്നതേ ഉള്ളൂ. ഒൻറ്റാരിയോ തന്നെ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങള്. അതെ, അപ്പോൾ പിന്നെ ഞങ്ങള് ഇന്നലെ രാത്രിയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ലണ്ടനോട് ബൈ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗൾഫിൽ ചേച്ചി അളിയൻ അവരുടെ അടുത്ത് പോയി കുറച്ച് സമയം അവിടെ നിന്നു. ഞങ്ങൾ ആരെയും അങ്ങനെ പോയി കാണാൻ നിന്നില്ല. മെയിൻ റീസൺ ഇറ്റ്സ് ബിക്കോസ് കരയാനൊന്നും വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ പക്ഷെ നോയലും ജോസ്മോനും അവിടെ ഗൾഫിൽ വന്ന് കണ്ടു. അതേപോലെ പ്രണവൊക്കെ ഗൾഫിൽ വന്ന് കണ്ടു. അങ്ങനെ കുറേ പേര്, ബാക്കി മിക്കവരും ഞങ്ങൾ നാട്ടിൽ നിന്നുള്ളതാണ്. ചാഞ്ചുവിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചാഞ്ചു ഞാനും ഒക്കെ നാട്ടിൽ ഒരുമിച്ച് പഠിച്ച് വർക്ക് ചെയ്തതാണ്. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊക്കെ ആരാന്നറിയാൻ ദയവ് ചെയ്ത് ബാക്കി പോയി കണ്ടാൽ അറിയാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് 2 പേർക്കും വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വ്ളോഗൊക്കെ എടുത്ത്. പണിയില്ലേ, നല്ല പണി എടുക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. പണിയില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാനായിട്ട് വേറെ ആരും ഇല്ലാത്തത് കാരണം ഞങ്ങൾ വിചാരിച്ചു വ്ളോഗൊക്കെ എടുത്ത് ചില്ല് ചെയ്ത് പോവാന്ന്. അതെ, പരസ്പരം മിണ്ടിയും പറഞ്ഞിരിക്കും. അതെ, യെസ്.
അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു തവണ ഫ്യൂവൽ അടിച്ചു. ബാരി എത്തിയപ്പോൾ ബാരി ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ അതെ, ഇന്നലെ ഗൾഫിൽ വന്നിട്ട് അവിടെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തിട്ട് 5 മണിക്ക് രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ ഗൾഫിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞൊരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ബാരി എത്തി. ശരിക്കും പെട്ടെന്ന് എത്തിയായിരുന്നു അല്ലേ? അതെ, ബാരി എത്തി. അവിടുന്ന് ഫ്യൂവല് ഹാഫ് ടാങ്ക് ആയപ്പോഴേക്കും ഫില്ല് ചെയ്തു. അപ്പോൾ ഹാഫ് ടാങ്ക് ആവുമ്പോൾ ഫില്ല് ചെയ്ത് പോവാമെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു പ്ലാൻ. പിന്നെ അങ്ങനെ അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല അല്ലേ, ഫുഡ് കഴിക്കാനായിട്ടുള്ള രീതിക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ വിചാരിച്ചു കുറെ കൂടെ പോകുന്നിടത്തോളം വലിയ ഹാർഷ് ലൈറ്റ് വരുന്നതിനേക്കാളും മുന്നേ കുറച്ച് മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ അത്രയും കിലോമീറ്റർ പെട്ടെന്ന് കവർ ആവുമല്ലോ. അതെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് എവിടെയായിരിക്കുമെന്ന് ഞാൻ എത്തിയിട്ട് പറയാം. ഞങ്ങൾക്ക് തന്നെ അറിയില്ല അത് എവിടെയായിരിക്കുമെന്ന്. പോകുന്ന വഴിക്ക് നിർത്താമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന അടുത്ത് നിന്ന് സഡ്ബറി ഒരു 200 കിലോമീറ്റേഴ്സ് ആണ്. ഞങ്ങൾക്ക് ഇനി അടുത്ത ഡീവിയേഷൻ ഉള്ളത് ഓൾമോസ്റ്റ് 190 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും നേരെ തന്നെ ഓടിച്ചു പോകണം. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. പോകും തോറും ഉള്ള ഓരോ 1 hour ഇടവിട്ടുള്ള കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഞങ്ങൾ 8:40 ആയി. ഇവിടെ അടുത്ത പമ്പില് ഞങ്ങൾ ഹാഫ് ടാങ്ക് ആവാറായപ്പോഴേക്കും തന്നെ അടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. പെട്രോൾ അടിച്ചിട്ട് പോകാനായിട്ട് ഞങ്ങളിവിടെ എസ്സോടെ ഒരു പമ്പിലാണ് വന്നേക്കുന്നത്. ഇവിടെ എൻ്റെ ഫ്രണ്ടിലുള്ള കൺവീനിയൻസ് സ്റ്റോർ ആക്ച്വലി ഒരു ടിം ഹോർട്ടൻസും ആണ്, പ്ലസ് ഒരു കൺവീനിയൻസ് സ്റ്റോറാണ്. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ടിം ഹോർട്ടൻസും ഉണ്ട്, കൺവീനിയൻസ് സ്റ്റോറും ഉണ്ട്, എസ്സോടെ പമ്പും ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ചേട്ടൻ അവിടെ നിന്ന് പെട്രോൾ അടിക്കാനകത്ത് പേ ചെയ്തിട്ട് വരുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് വെളിയിൽ. ഓൾമോസ്റ്റ് -22 ഒക്കെയാണ് വെളിയിലെ വെതർ. അപ്പം നമുക്ക് ഫ്യൂവല് ഫില്ല് ചെയ്യാം. ചേട്ടൻ അവിടെ പാവം മഞ്ഞത്ത് നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിവിടെ സുഖകരമായി ഇരുന്ന് ഇതൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എസ്സോടെ പമ്പിലെത്തിയപ്പോഴേക്കും ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട്, വിൻഡ്ഷീൽഡ് ക്ലീൻ ചെയ്യാനായിട്ട് അവർ തന്നെ ഒരു സാധനം വച്ചേക്കും. അപ്പോൾ അത് വെച്ച് ഞങ്ങളുടെ ക്യാമറയും അവിടെ ഫ്രണ്ടിൽ സെൻസേഴ്സും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ സെൻസേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്നല്ല, ഫുള്ള് മഞ്ഞും ഫോഗും കാരണം മൂടി ഇരിക്കുവാണ്. ഞങ്ങൾ മോൺസ്റ്റർ കുടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കുറച്ച് എനർജി കിട്ടാനായിട്ട്. പിന്നെ എന്താ, അതെ, ഞങ്ങളുടെ ക്രൂസ് കൺട്രോളും ലൈൻ അസിസ്റ്റും ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എബിച്ചേട്ടൻ അവിടെ കഷ്ടപ്പെട്ട് നിന്ന് എല്ലാം വൃത്തിയാക്കുന്നു ഗൈസ്. ഇവിടെ ഞങ്ങളുടെ TV ഇരിപ്പുണ്ട്. ഈ TV അവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ കൊള്ളായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഫുള്ള് സാധനങ്ങളാണ്, പെട്ടി കാര്യങ്ങളൊക്കെ. പാവം ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അത്രയ്ക്ക് പാവം തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് സഹായിക്കാൻ പോകുന്നില്ല എന്ന്. എനിക്ക് തണുക്കും ഗൈസ്, അതുകൊണ്ട് ഞാൻ തണുപ്പത്തിറങ്ങാതെ സുഖകരമായി ഇരിക്കുകയാണ്.
സഡ്ബറി എത്തി. യെസ്, എന്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഞങ്ങളങ്ങനെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സോൾസമേരിയിലാണ് എത്തിയത്. അപ്പോൾ ചെമ്മീനായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. സോൾസമേരി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഞ്ഞ് മൂടിയ റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ ബ്ലിസാർഡ് വാർണിംഗില് 0 വിസിബിലിറ്റിയില് പൊക്കോണ്ടിരിക്കുവാണ്. ഒരു ഇതും ആ ഫ്രണ്ടിൽ കണ്ടൂല. ജസ്റ്റ് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടികള് ലൈറ്റ്സും ഹസാർഡും ഇട്ടേക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് റോഡ് കാണാം. പക്ഷെ ഞങ്ങൾക്ക് അതെന്ത് ക്യാമറ ടെക്നിക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ക്യാമറയിൽ നോക്കുമ്പോൾ അത്ര വലിയ വിസിബിലിറ്റി കുറവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ബെയർ ഐസ് കൊണ്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര വിസിബിലിറ്റി കുറവാണ്. എങ്ങനെയുണ്ട് ബ്ലിസാർഡിൽ കൂടെയുള്ള യാത്ര? സൂപ്പർ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അത് ഇപ്പൊ ഞങ്ങള് ഓൾമോസ്റ്റ് എത്ര മണിയായി? 3 മണിയാകാൻ പോവാണ് ഉച്ചയ്ക്ക്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പൊ നമ്മള് സോൾസമേരി കഴിഞ്ഞു തണ്ടർ ബേയിലോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ തണ്ടർ ബേ എത്തുമോ ഇല്ലയോന്ന് അറിയില്ല. എത്തിയിട്ട് എന്താ പറയുമ്പോ ഇന്ന് തന്നെ നമ്മൾ തണ്ടർ ബേ ഓടിച്ചെത്തുമോ എന്നുള്ളത്. ഇവിടെ നിൽക്കാൻ വേണ്ടി വേറെ വീടൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്തായാലും തണ്ടർ ബേ ഓടിച്ചെത്തണം. 5:30 ഇവിടെ സൺസെറ്റും ഈ ബ്ലിസാർഡും സൺസെറ്റും സൂപ്പർ. ഞങ്ങള് പൊളിക്കും ഇന്ന്. ഞാൻ നിങ്ങക്ക് പറ്റുന്ന പോലെ കാണിച്ചു തരാം എന്താ ഞങ്ങളുടെ ഫ്രണ്ടിലെ അവസ്ഥ എന്ന്. കണ്ടോ ചേട്ടാ, ഇതില് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടാ കാണുന്ന റോഡ്. അതെ, നിങ്ങൾക്ക് കാണിക്കുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആട്ടോ റോഡ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലാണ്ട് നോക്കുമ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങളുടെ ചുറ്റും എല്ലാ മരത്തിലും ഫുൾ മഞ്ഞൊക്കെയായി ഇങ്ങനെ നിപ്പുണ്ട്. ഈ മഞ്ഞ് ബ്ലിസാർഡിന്റെ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ആക്ച്വലി. അതെ, ഇന്നലെ ഉണ്ടായിരുന്നു. ഇറങ്ങിയത് പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് വെതർ വാർണിംഗ് ഇല്ലായിരുന്നു. എനിക്ക് അറിയത്തില്ല എന്തോ സംഭവം. അതെ, ഇന്ന് അപ്പൊ ഈ വെതർ വാർണിംഗ് ഉണ്ട് ശരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ ഫ്രണ്ടില് വല്ല ട്രക്ക് വല്ലതും പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഒരു അക്ഷരം കാണാൻ പറ്റില്ല. ഒരക്ഷരം കാണാൻ പറ്റില്ലെന്നോ, അതെന്ത് ഉപയോഗമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഒന്നും കാണാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ട് പറയും. ഇനി ഞങ്ങൾക്ക് 20 hours ആണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ. ഓൾമോസ്റ്റ് 1879 കിലോമീറ്റേഴ്സ്. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് ഇങ്ങനെ തന്നെ ഓടിച്ചോണ്ടേ ഇരുന്നാൽ എത്തുമെന്നാണ് ഇവർ പറയണത്. ഉണ്ട്. ഈ 2 സൈഡും ശരിക്കും ഇത് ലേക്സ് ആണ്. അതെ, ഇത് ലേക്ക് ആണ്. നിങ്ങൾക്ക് പക്ഷെ അവിടെ കാണുമ്പോ മനസ്സിലാവുമായിരിക്കും ഫുള്ള് ഫ്രോസൺ ആയി കിടക്കുവാണ്. നമ്മൾ കണ്ട എല്ലാ ലേക്കും ഫ്രോസൺ ആയിരുന്നു, ഒരു ലേക്ക് ഒഴിച്ചല്ലേ? അതെ, ഒരു ലേക്ക് ഒഴിച്ച്. ഇവിടെ കുറച്ച് കൊള്ളാം. ക്ലീൻ ചെയ്തിട്ടുണ്ട് റോഡ്. മഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോ ഓഹോ, അങ്ങനെ പറഞ്ഞപ്പോഴേക്കും മുന്നോട്ടൊന്നും കണ്ടുകൂടാ. ഓക്കെ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഓടിച്ച് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം വീഡിയോയിലോട്ട്.
welcome back to our YouTube channel. At last. അതെ, Yay. ഫൈനലി ഞങ്ങൾ Successful ബ്ലിസാർഡിനെ survive. ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോയി. ഞങ്ങളിപ്പോ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് വെതർ. നിങ്ങക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. അവർ അങ്ങനെ തന്നെ ആയിരിക്കും നേരത്തെ ഇപ്പോഴും. അല്ല, നേരത്തെ എന്നാലും കുറച്ചുകൂടി കാറ്റ് പോലെ ഉണ്ടായിരുന്നു. അവർക്ക് അത്രയും കാണാൻ പറ്റിയില്ലെങ്കിലും. പക്ഷെ ഇപ്പൊ ഫുള്ളി വെതർ ഒന്ന് ക്ലിയർ ആയി. സ്നോ ഒന്നും ഇല്ലാണ്ട് ഒരു ആശ്വാസം. ഇതൊക്കെ ശരിക്കും പോണ്ടാട്ടോ, ഫുള്ള് ഫ്രോസൺ ആയി കിടക്കുന്നത്. അപ്പോ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് ഇനി തണ്ടർ ബേ എത്താനായിട്ട് ഓൾമോസ്റ്റ് 5 hours കൂടിയുണ്ട്. ശരിക്കും ഞങ്ങള് കുറച്ചുകൂടി ഒരു 2 മണിക്കൂർ മുന്നേ നേരത്തെ എത്തേണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ വെതറില് ഇത് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ പയ്യെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നല്ല റോഡ് കിട്ടി. അതെ, ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. മറ്റത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്നു റോഡിലോട്ട്. കാരണം ഒന്നും കാണാൻ പറ്റാണ്ട് ഓടിക്കുക എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഞാൻ സമ്മതിച്ചു. ഐ എം പ്രൗഡ് ഓഫ് യു എബി ബൈജു. I am also proud of myself. അതെ, അപ്പോ ദൈവം സഹായിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പൊ വെതർ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. റോഡൊക്കെ നമുക്ക് കാണാം. ഇവിടെ നേരത്തെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഈ ട്രാൻസ് കാനഡ ഹൈവേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ട്രാൻസ് കാനഡ ഹൈവേ ഏറ്റവും ലാർജസ്റ്റ് ഹൈവേ ഫ്രം ഒണ്ടാരിയോ ടു BC. ബ്രിട്ടീഷ് കൊളംബിയ വരെ ഈ ഹൈവേ പോകുന്നുണ്ട്. സമ്മറിൽ ഉറപ്പായിട്ട് നമുക്കൊരു ട്രിപ്പ് അടിക്കണം. അതെ, സമ്മറില് നല്ലൊരു ട്രിപ്പ് ആയിരിക്കും എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കണ്ടിട്ട് ഭയങ്കര. നമുക്കിപ്പോ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ ചുമ്മാ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഓടി അങ്ങ് പോവാൻ പറ്റുകയാണ്. അത് ശരിയാ. ഇതും ഒരു വാട്ടർ ഏരിയ ആണ്. ഇത് കണ്ടാ മനസ്സിലാവും. എന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോഴായിരിക്കും റോഡിന്റെ പേരുണ്ട്, എന്തോ ലേക്ക്. ഫാന്റൺ ലേക്ക് ആണ് ഈ ഫ്രോസൺ ആയി കിടക്കുന്ന ലേക്ക്. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഇതില് എല്ലാ ലേക്സും ഫ്രോസൺ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കടന്ന് ശരിക്കും ഒരു ലൈഫ് എക്സ്പീരിയൻസ് പോലെ ഇങ്ങനെ. അതെ, നമ്മള് ഇത്രയും ഇങ്ങനെ ഫുൾ ഓൾമോസ്റ്റ് എത്ര 24 hours പ്ലസ് മോർ ദാൻ 1000 kilometers നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാ തോന്നുന്നത്. മോർ ദാൻ 1000 എന്തായാലും കഴിഞ്ഞു. കാരണം ഇനി ഒരു 1760 കൂടിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പോവാനായിട്ട് ഉള്ളത്. അപ്പൊ എന്തായാലും അടുത്ത ഞങ്ങള് തണ്ടർ ബേ എത്തിയിട്ട് തിരിച്ചു വരാം. ഞങ്ങള് ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ കുറച്ച് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയൊക്കെ ഇറങ്ങി, കുറച്ച് ഫ്യൂവൽ അടിക്കാനും. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ. ഇപ്പോൾ ഫുൾ മഞ്ഞടിച്ച് കയറിയേക്കുവാണ്. ഫ്രണ്ടിൽ എന്താ അവസ്ഥ എന്നൊന്നും നോക്കിക്കോട്ടെ. ഫ്രണ്ടിൽ അത്ര പ്രശ്നമില്ല, പക്ഷെ ബാക്കിൽ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിപ്പുണ്ട്. എബിച്ചേട്ടൻ ഇപ്പോൾ ഫ്രണ്ട് തുടച്ചാണോ? അല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഫ്യൂവല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ലോകത്ത് വരട്ടെ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ്. അതെ, രാവിലെ 5 മണിയായി. ഞങ്ങൾ ഇന്നലെ രാത്രി 10 മണിക്ക് തണ്ടർ ബേയിൽ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഇപ്പോൾ രാവിലെ 5 മണി പിന്നെ ആയപ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. മറ്റേ കാർഡോടെ എടുത്തോ? 2 കേസും ഉണ്ടോ? അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഭയങ്കര ടയേർഡാണ്. പ്രത്യേകിച്ച് എൻ്റെ ഈ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. കണ്ടോ, എൻ്റെ ഈ കണ്ണിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി താഴെ പോയി ജേർണി സ്റ്റാർട്ടായിട്ട് ബാക്കി കാണിച്ചു തരാം.
അല്ലേ? ഹായ്. അപ്പൊ ഞങ്ങള് തിരിച്ച് കാറിലൊക്കെ എത്തി. ഇപ്പൊ എന്റെ കണ്ണ് കുറച്ച് ഓക്കെ ആയി കേട്ടോ. യെസ്, അപ്പോ തിരിച്ച് കാറിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ ജേർണി പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇനി പോകുന്ന വഴി എന്തൊക്കെയാ കാണുന്നതെന്ന്, ബ്ലിസാർഡോ ഇനി എന്ത് കാര്യമാണ് ഫ്രെഡി വന്ന് നിൽക്കാൻ പോണതെന്നൊന്നും അറിയില്ല. ഇനിയുള്ളത് എന്താണെന്ന് നമുക്ക് ഇനി സസ്കാച്ചുവാൻ എത്തിയിട്ടറിയാം. ഇവിടെ നിന്ന് ഇനി 13 hours ആണ് കാണിക്കണേ. ഇവിടെ നമ്മുടെ ഓൺടാരിയോ ടൈം ആണെങ്കിൽ ഈവനിങ് ഒരു 5:49 ഒക്കെ ആകുമ്പോൾ എത്തും എന്നാണ് കാണിക്കുന്നത്. ഇത് ഇപ്പൊ ആദ്യം ഗ്യാസ് സ്റ്റേഷനിലുണ്ടാവും. അപ്പൊ ഞങ്ങൾ ആദ്യം കുറച്ച് അയ്യോ, അത് ഞാൻ ഇവിടുത്തെ റിസപ്ഷനിലെ കുട്ടീനോട് ചോദിച്ചു, ഇവിടെ യൂഷ്വലി ഇത്ര സ്നോ ആണോ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് അല്ല, ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇത്ര സ്നോ എന്ന്. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ഇത്ര സ്നോവിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ നമുക്കിനി പെട്രോൾ അടിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിവിടെ വന്നതിൽ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ട് കണ്ട ഒരു സിറ്റി തണ്ടർ ബേ ആട്ടോ. കാരണം കുറെ കാറിന്റെ ഷോറൂംസ്, പിന്നെ നോർത്ത് ഒണ്ടാരിയോ സൗത്ത് ഒണ്ടാരിയോ അത്ര ഡെവലപ്ഡ് അല്ല. ലൈക് സിറ്റീസ് ഒക്കെ നമ്മൾ കണ്ടതും ഭയങ്കര കുഞ്ഞു ടൗൺസ് ആയിരുന്നു. അതെ, ഭയങ്കര കുഞ്ഞു ടൗൺസ് ആയിരുന്നു. ഫസ്റ്റ് നേഷൻസിന്റെ ടൗൺസ് ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങ് സഡ്ബറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ല തണ്ടർ ബേ എത്തുന്നവരെ. അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് കുറച്ചെങ്കിലും ആൾവാസമൊക്കെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പോയി ഗ്യാസ് ഫില്ല് ചെയ്യട്ടെ. ഞങ്ങളല്ല, എബിച്ചേട്ടൻ പോയി ഗ്യാസ് ഫില്ല് ചെയ്യട്ടെ. ബൈ ബൈ. ഇത് മഞ്ഞ് പെയ്യുന്നയാണോ? വേണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. അതെ, അപ്പോൾ ഞങ്ങള് ഓൾമോസ്റ്റ് ബ്രൈഡൻ എത്തിയിട്ടുണ്ട്. ഒൻറ്റാരിയോ നമ്മൾ ഓൾമോസ്റ്റ് തീർക്കാറായി. അപ്പോ എന്താ പറയാനുള്ളത് ഇത്ര നേരം ഓടിച്ച ആൾക്ക്? ബൈ ബൈ ഒൻറ്റാരിയോ. അതെ, അപ്പോൾ ഹാവ് ഫൺ, അതാണ് പറയാനുള്ളത്. ഫുള്ള് ലിപ്സ്റ്റിക് ഒക്കെ മുഖം മൊത്തമാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവർ ഉണ്ടാക്കിയ ഫോറസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. എല്ലാം ഇങ്ങനെ വരി പോലെയാണ് ഒരേ മരങ്ങൾ വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രാവിലെ 8:11 നമുക്കിനി ഒരു 984 കിലോമീറ്റേഴ്സ് കാണും. മാനിറ്റോബ കയറി, വിനിപെഗ് എക്സിറ്റ് ചെയ്തു, സസ്കാച്ചുവാൻ കയറാറായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 PM ഒക്കെ ആയി. നമ്മളിപ്പോൾ ഒൻറ്റാരിയോ നിന്ന് 1 മണിക്കൂർ പിന്നെയും പുറകിലോട്ട് വന്നു. അതെ, അങ്ങനെ ഞങ്ങളിനി ഓൾമോസ്റ്റ് 5 hours and 46 അപ്പോഴേക്കും നമ്മൾ റജൈന എത്തും. അതാണ് സന്തോഷം. ദേ കണ്ടില്ലേ ബാക്കില്, ഇപ്പോഴാണ് തോന്നുന്നു വെളിച്ചത്തിൽ കാണാൻ പറ്റിയത്. യെസ്, അപ്പോൾ ഞങ്ങള് ശരിക്കും ഈ കാനഡയുടെ ടെറൈൻ പോകുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മുടെ ഒൻറ്റാരിയോ കഴിയുന്നവരെ ഫുൾ മലകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിനിപെഗ് കയറിക്കഴിഞ്ഞ് മാനിറ്റോബ കയറി കഴിഞ്ഞപ്പോഴേക്കും ഫുൾ പ്രയറി ലാൻഡ്സ്, ഫുൾ കുറേ പാടങ്ങൾ. ഇതാണ് വിനിപെഗിൻ്റെ ഒക്കെ ഒരിത്. ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ പാടങ്ങൾ മാത്രമേ ഉള്ളൂ. അതും പാടം ഫുള്ള് സ്നോ ആയത് കാരണം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഭയങ്കര ഒരു, ഞാൻ ആ എഫക്റ്റിന് എന്ത് പേര് പറയണം എന്നുള്ള കാര്യം പണ്ട് ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഈ പേര്, അതെ, ഗൂഗിൾ ചെയ്ത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അവിടെ എബിച്ചേട്ടൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. യെസ്, അങ്ങനെ എന്താണ്,
ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല എന്നുള്ളതാണ് സത്യം. അങ്ങ് കിടക്കുന്നു ഒരു റോഡും, അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഒരു പാടവും, അത്രയും മാത്രമുള്ള ഒരു സ്ഥലം. ഇത്രയും നേരം ഞങ്ങള് മലയൊക്കെ കണ്ട് ആസ്വദിച്ചു വരുമായിരുന്നു. മലകളും മരങ്ങളും കണ്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഫുൾ നിരപ്പായിട്ടുള്ള സ്ഥലം. ഇത് ഇപ്പൊ നമുക്ക് ആക്ച്വലി നമ്മൾ ഹൈവേന്ന് അവരെ എടുത്തിട്ട് ഹൈവേന്റെ പാരലൽ റോഡിൽ കൂടെ കൊണ്ടുപോകുക. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ആ അതെ, ശരിക്കും ഇത് ട്രാൻസ് കാനഡ ഹൈവേന്ന് ഞങ്ങളെ എക്സിറ്റ് അടുപ്പിച്ചു. എക്സിറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോ വേറെ ഏതോ ഒരു റൂട്ടിൽ കൂടെ പോവുകയാണ്. 165 കിലോമീറ്റേഴ്സ് ഇങ്ങനെ തന്നെ പോയാൽ ബ്രാൻഡൺ ചെന്ന് കയറും എന്നാണ് പറയണത്. അപ്പം നോക്കട്ടെ എന്താന്ന്. എനിക്കിതുവരെ വെൽക്കം ടു സസ്കാച്ചുവാൻ ബോർഡൊന്നും കിട്ടിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അതെ, അപ്പോൾ ഞാൻ ഗൂഗിളിൽ പോയി നോക്കട്ടെ ആദ്യം ഇത് ഏത് ഭൂഖണ്ഡത്തിൽ വരുന്ന സംഭവമാണെന്നൊക്കെ. ഇവിടെയൊക്കെ ഫുൾ GCBയിൽ ഇവിടെയൊക്കെ കുറേ ഫാക്ടറീസും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അവിടെ നോക്കുന്ന ഫാക്ടറി മറ്റേ കോൾ ഫാക്ടറി, അത് കോൾ ഫാക്ടറി. ട്രെയിൻ കണ്ടോ നിർത്തിയേക്കുന്നത്? ഓക്കെ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ ട്രെയിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊരു ഫാക്ടറിയുമാണ്. ഇതൊക്കെ മാത്രമേ കാണാനുള്ളൂ ഇവിടെ, വേറെ ഒന്നുമില്ല. ഇതാണ് ഗൈസ് വിനിപെഗ് മാനിറ്റോബ റൂട്ട് ടു സസ്കാച്ചുവാൻ. ദൂരേന്ന് വരുന്ന ബസ്സിനെ കണ്ടോ? കണ്ടുകൂടാ വിചേട്ടാ. ആ ബസ്സിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. ഞാൻ 3x-ലാ വീഡിയോ എടുക്കുന്നത്, എന്നിട്ട് പോലും റോഡിൽ പാർക്ക് ചെയ്തിട്ട് പോയതാണോ? ഇപ്പോഴെങ്കിലും എത്തിയല്ലോ ഒന്ന് അടുത്ത്. ഓക്കെ ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് സസ്കാച്ചുവാൻ കേറിയിട്ട് തിരിച്ചു വരാം. സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഫുൾ ഡ്രൈവ് ചേട്ടൻ എന്നെ കൊണ്ട് ഒരു തരി പോലും ഓടിക്കാണ്ട് സ്വന്തമായി ഓടിച്ച് ഇവിടം വരെ എത്തിച്ചു. എനിക്ക് ഡ്രൈവ് അത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടോ? അതെ, ഞാൻ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യണോ, ഞാൻ ഡ്രൈവ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ വേണ്ട, ഓക്കെയാണ് എന്ന് പറഞ്ഞത് കാരണം ചേട്ടൻ തന്നെ ഓടിച്ചെത്തി. എത്ര കിലോമീറ്റർ? 2888. ലൈക്ക് ഈ 88 കൂടെ ആഡ് ചെയ്യണം കേട്ടോ അതിന്റെ കൂടെ. ഇപ്പൊ എത്രയായി? 2888 കിലോമീറ്റേഴ്സ്. 2888 കിലോമീറ്റേഴ്സ് താണ്ടി ഞങ്ങൾ, അതും കുറേ വെതർ കണ്ടീഷൻസ് താണ്ടി. അതെല്ലാം ആഡ് ചെയ്യാം വീഡിയോയിൽ. അതെ, കുറേ വെതർ കണ്ടീഷൻസ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രിപ്പും കൂടിയാണ് ആക്ച്വലി. 2800 സോൾസേം വരെ തൊട്ട് തണ്ടർ ബേ വരെയുള്ള ഒരു ഡ്രൈവ് ഉണ്ട്. അതൊരു വലിയൊരു ലേക്കിന്റെ സൈഡിൽ കൂടെയാണ് ഫുള്ളും. 333 കിലോമീറ്റേഴ്സ്. ആ 333 കിലോമീറ്റേഴ്സും ഫുള്ളും ഒരു ഭയങ്കര വിൻഡിയും ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലിസാർഡ് ഉണ്ടായിരുന്ന പോലെ. അതെ, അപ്പോ അങ്ങനെ ഞങ്ങളിപ്പോ പക്ഷെ ബ്ലിസാർഡ് മോർണിംഗും ഇല്ല. നമ്മൾ വെതർ ചെക്ക് ചെയ്തപ്പോ ആ വെതറിൽ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ വെതർ ദയവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യില്ല ആരും. അതെ, എന്താ പറയാൻ വന്ന അടുത്ത് മറന്നുപോയി. എന്തോ പറയാൻ വന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള വ്ളോഗ്സ് ഫുള്ള് ഞങ്ങള് പുതിയ മൂവ് ഇൻ ചെയ്യുന്നതിന്റെ കുറേ പരിപാടികളുണ്ട്. ഈ ബാക്കിൽ കിടക്കുന്ന സാധനം മൊത്തവും വീട്ടിൽ കേട്ടണം. അതെ, അപ്പാർട്ട്മെന്റിൽ കേറ്റണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട്. ഓൾമോസ്റ്റ് ലൈക്ക് എ സ്റ്റാർട്ട്, എ ന്യൂ ബിഗിനിങ് അല്ലേ? കാരണം ഞങ്ങള് ഇവിടെ കാനഡ വന്നപ്പോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഫ്രം ദ സ്റ്റാർട്ട് ഞങ്ങൾ ഇനി ഒന്നേന്നേ തുടങ്ങണം എല്ലാ കാര്യങ്ങളും. അതാണ് ഇനി അടുത്ത ഒരു ടെൻഷൻ കാര്യങ്ങൾ. ടെൻഷൻ ഇല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ട്രെയിൻഡ് ആയില്ലേ. അതെ, ട്രെയിനിങ് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഒരുപാട് ടയേർഡായി.
കാരണം 2 ദിവസത്തെ ഞങ്ങൾ ഇവിടെ ഓടിച്ചെത്തി കഴിഞ്ഞു. അയ്യോ ഇന്നലത്തെ ഡ്രൈവ് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ആ ബ്ലിസാർഡും എല്ലാം കൂടെ ലൈക്ക് 18 hours സ്ട്രേറ്റ് ഡ്രൈവ്. ഞാൻ ലൈഫിൽ ഇങ്ങനെ ഓടിച്ചിട്ടില്ല 18 hours. പക്ഷെ ഇന്നത്തെ ഡ്രൈവ് ചില്ല. ഇന്നത്തെ ഡ്രൈവ് ഇത്രയും ചില്ലായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നലെ അത്രയും ലൈക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ 18 hours കവർ ചെയ്തു. അറൌണ്ട് 30 hours ഉണ്ടായിരുന്നതെന്ന്. പിന്നെന്താ പറയാൻ വന്ന ഞാൻ പിന്നെ മറന്നുപോയി ഗൈസ്. ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് ഇനി എന്താ പറയണ്ടേ എന്നൊക്കെ ഒരു റിലേ പോയിരിക്കുന്ന ഇതാണ്. നമ്മള് ഒന്റാരിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളും അങ്ങോട്ട് ഈ ഒരു പരപ്പും ഒരു എന്താ അതിന് പറയാ നമ്മുടെ ഭാഷ പറഞ്ഞ പാടം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരെ പാടം, ഇപ്പുറത്തും അങ്ങനത്തെ പാടം. ഓ പ്രേരി 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 ലാൻഡ്സ്. അതെ പ്രേരി ലാൻഡ്സ് ആണ് എല്ലാം. അതെ അപ്പൊ ഇതാ ഫുൾ സ്ട്രീറ്റ് ആണ്, ഒരു വളവും തിരിവും ഇല്ല. പക്ഷെ ഒന്റാരിയോ കേറി ഇറങ്ങുന്ന വരെ വളവും തിരിവും മലയും കുന്നും എല്ലാം എക്സ്പീരിയൻസ് ആണ്. നിങ്ങള് ദയവ് ചെയ്ത് ആരെങ്കിലും ഒന്റാരിയോ മൂവ് സെസ്കാച്ചുവൻ വണ്ടി കയറ്റി വിടല്ലോ, നിങ്ങൾ ഡ്രൈവ് ചെയ്യണം. ഒരു എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ്. അതെ സമ്മറിൽ എനിക്ക് തോന്നുന്നു ഒരു അങ്ങനെ ഒരു പാടായിട്ടുള്ള ഒരു സംഭവം വരാൻ പോകുന്നില്ല. ഈസി മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ വഴിയിൽ ഇറങ്ങി എന്തെങ്കിലും ഒക്കെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം. ഞങ്ങള് ഒരിടത്ത് പോലും നിർത്താണ്ട് വന്നതാണ്. എനിക്ക് അതിൽ സങ്കടമുണ്ട്. അതെ സമ്മറിൽ പോവാൻ പറ്റുകയാണെങ്കിൽ take this highway, Trans Canada highway. അയ്യോ ഈ ഹൈവേ പറ്റി പറയണം കേട്ടോ. This is the one of the largest highway. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്റാരിയോ തൊട്ട് BC വരെ. കിടിലം ഹൈവേ എന്ന് വെച്ചാൽ കിടിലം. ഒരു തുള്ളി സ്നോ ഇല്ല, ഒന്നുമില്ല. ഇവിടെ സ്നോ ഇല്ല. നമുക്ക് ഒന്റാരിയോയിൽ സ്നോ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് റെജീനയിൽ ഭയങ്കര സ്നോ ആയിരിക്കും, പക്ഷെ ഒന്റാരിയോയിൽ ഒട്ടും സ്നോ കാണുന്നു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു. ഒന്റാരിയോയിൽ ഫുൾ സ്നോയും വെതർ കണ്ടീഷൻ ഭയങ്കര ബാഡ് അല്ലായിരുന്നു. പക്ഷെ ഇവിടെ കൂൾ 1 degree Celsius. അങ്ങനെ പിന്നെ നല്ല നല്ല ഭംഗിയുണ്ട് സ്കൈ. അതാ ഞാൻ എബിച്ചാരിനെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ച് ഇങ്ങനെ കാണിച്ച. അതെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഞങ്ങളെ വിളിച്ചോണ്ടൊക്കെ ഇരുന്നത് കാരണം സമയം പോയതൊന്നും അറിഞ്ഞില്ല. വേറൊരു വെരി ഗുഡ് ഒരു ലൈഫ് ഹാക്ക് എനിക്ക് കിട്ടിയായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ ലോങ് ഡ്രൈവ് പോകുമ്പോ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യണം. ഒരിക്കലും വാട്സാപ്പ് വഴി ഷെയർ ചെയ്യല്ലേ. അങ്ങനെയല്ല, വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാം, പക്ഷെ അത് അത്രയ്ക്ക് ആക്യുറേറ്റ് അല്ല. ആക്യുറേറ്റ് ആണ്. ആണോ? പക്ഷെ ലൈക്ക് വേറെ വഴിയും ചെയ്തല്ലോ. നമ്മള് 2 രീതിയിലാണ് ലൊക്കേഷൻ ഷെയർ ചെയ്തത്. ഒന്ന് വാട്സാപ്പ് വഴി ലൈവ് ലൊക്കേഷൻ, അത് 8 hours മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ വാട്സാപ്പ് വഴി. പക്ഷെ ഐഫോണിന്റെ ഷെയറിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ അത് നമുക്ക് ഒരു ഫുൾ ഡേയിലത്തേക്ക് ഷെയർ ചെയ്തിടാൻ പറ്റും. അപ്പോ മറ്റേ അതാ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ചോയ്സ് ഉണ്ടാവാൻ നമ്മുടെ ഫ്രണ്ട്സിനും അതേ ഐഫോൺ തന്നെ ആയിരിക്കണം. പിന്നെ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഐഫോൺ. അങ്ങനെയൊന്നും അല്ല, ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ജോസ്മോൻ അവന്റെ മാത്രമേ ഞാൻ കണ്ടോളൂ ഐഫോൺ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നത്. അവൻ മാത്രം ഇപ്പോഴും ആൻഡ്രോയിഡിന് പിന്താങ്ങുന്നുള്ളൂ. അതെ അവരൊക്കെ ഇനി വിളിക്കണം വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ ബൈ ബൈ പറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു പമ്പിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെ ഫുഡൊക്കെ മേടിക്കാണ്ട് വെയിറ്റ് ചെയ്തു. അപ്പൊ ഉടനെ അമീൻ വിളിക്കുക, ഹലോ എവിടെയാ, വണ്ടി എന്താ കുറെ നേരം കൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾ ഉറങ്ങുവാണോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ലടാ, നമ്മളത് ഫുഡ് മേടിക്കാൻ വേണ്ടി നിർത്തിയ. അതെ, കാരണം ഈ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഇട്ടേക്കുന്നത് കാരണം അവര് നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, നമ്മള് മൂവ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എവിടെ എത്തി എന്നൊക്കെ അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അവർ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. നമ്മളെ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റേഞ്ചേ ഇല്ല. സോ മാപ്പ് നിങ്ങൾ തന്നെ നോക്കണം. എനിക്ക് സിഗ്നൽ പോയാലും മാപ്പ് വർക്ക്. അതെ, ഗൂഗിൾ മാപ്സ് ആയതുകൊണ്ട് അത് ഇതാവും. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണി എന്ന് വെച്ചാല് ഗൂഗിൾ മാപ്പ് ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ട്രാൻസ് കാനഡ ഹൈവേന്ന്
ഒരു എക്സിറ്റ് എടുപ്പിച്ചു. ഒരു 200 കിലോമീറ്റേഴ്സ് ഞങ്ങൾക്ക് അവിടെ. അതെ, അത് ഭയങ്കര മോശമായിരുന്നു ആ റോഡ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇത് എക്സിറ്റ് ചെയ്യല്ലേ? അതെ, എക്സിറ്റ് ചെയ്യരുത്. ഈ റോഡ് സൂപ്പറാ. ഈ റോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് എക്സിറ്റ് ചെയ്യാൻ മാപ്പ് പറഞ്ഞാൽ പോലും നിങ്ങൾ എക്സിറ്റ് ചെയ്യരുത്. അതെ, ഞങ്ങൾക്ക് പിന്നെയും അത് ഹെൽപ്ഫുൾ ആവാൻ കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. റെജൈനയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സും ലണ്ടനിലുള്ള ഫ്രണ്ട്സും ട്രാക്ക് ചെയ്യുവാണല്ലോ. അപ്പൊ റെജൈനയിലുള്ള ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ വിക്കി ചേട്ടനും അഞ്ജലി ചേച്ചിയും യോജി ചേട്ടനും ഒക്കെയാണ്. അവര് നീ എവിടെയാ പോണത്? നിങ്ങൾ എന്തിനാ എക്സിറ്റ് എടുത്തത്? നീ എന്തിനാ എക്സിറ്റ് എടുത്തു? ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് മാപ്പ് എക്സിറ്റ് എടുക്കാൻ പറഞ്ഞു, ഞാൻ എക്സിറ്റ് എടുത്തു. അങ്ങനെ തിരിച്ച് നീ പോ, നീ വന്ന വഴി തിരിച്ചു പോയിട്ട് ലെഫ്റ്റിൽ പോയിട്ട് അങ്ങനെ. അതെ, അവര് അതങ്ങനെ ഒരു ട്രാക്കിംഗ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓൾട്ടർനേറ്റീവ് വേ എടുത്ത് മാറാൻ പറ്റിയില്ലെങ്കിൽ ഇതിലെ മാപ്പ് കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ റേഞ്ച് എങ്ങാനും കട്ടായി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് മാപ്പ് കിട്ടാൻ എല്ലാം വരയ്ക്കണം. അതെ, അപ്പോ അങ്ങനെ ഞങ്ങള് ഫൈനലി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 53 മിനിറ്റ്സ് കൂടി. വെൽക്കം ടു റെജൈന ഗൈസ്. നിങ്ങൾക്കും വെൽക്കം ടു റെജൈന. അതെ, അപ്പൊ ഈ വ്ളോഗ് വരുമ്പോ മിക്കവാറും എന്റെ എന്താ എന്റെ പേര് ചാനലിന്റെ പേര് എങ്ങനെ മാറിയെന്ന് പറഞ്ഞു കൊടുക്ക. ചാനലിന്റെ പേര് അറിയോ? പിന്നല്ലാണ്ട് കാണുന്നവരൊക്കെ താഴെ വായിക്കില്ലേ? അതെ, എന്റെ കഴിവ് കൂടുതൽ കാരണം കഴിവ് ഏറിയവർ എന്നാണ് ഉദ്ദേശിച്ചിട്ടേക്കുന്നത്. സംഭവം എന്താ വെച്ചാല് എബിചേട്ടൻ പറഞ്ഞു ഒരു യൂണീക്ക് പേര് വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് വെറുതെ ഒരാവശ്യവും ഇല്ലായിരുന്നു. വെറുതെ അവർ മേപ്പിൾ ഡയറീസ് ഉണ്ടായിരുന്ന ചാനലിന്റെ പേര് മിസ്റ്റർ ആൻഡ് മിസസ് കഴിവ് _ഏരീസ് എന്നിട്ടു. അത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് ഇനി അത് ഒന്നുകൂടി മാറ്റാനായിട്ട് 14 ദിവസം എടുക്കുമെന്ന്. സോ ഇപ്പൊ ആരും കാണുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ബാഡ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സോ സോറി ഫോർ ദാറ്റ്. ഭയങ്കര നല്ലതായിട്ട് ഇമ്പാക്ട് ചെയ്യണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, സോ ഞാൻ ആ പേര് തന്നെ കീപ്പ് ചെയ്യാം. അങ്ങനെയല്ല, ഞങ്ങള് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഒരു പണിയായിട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്താ പറയാ, അതെ, ഇതൊക്കെയാണ് കാര്യങ്ങള്. ഓക്കെ, സോറി, ഞാൻ ബ്ലൈൻഡ് സ്പോട്ടിൽ ക്യാമറ വെച്ചേക്കുമായിരുന്നു. അതെ, അങ്ങനെ. പിന്നെ രാത്രിയൊക്കെ മൂസ് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞങ്ങള് മെയിൻ തണ്ടർ ബേയിൽ സ്റ്റേ ചെയ്യാൻ കാരണം. ഇല്ല, പക്ഷെ നമ്മള് ഫോക്സ് ഒക്കെ മരിച്ചു നടക്കണം കണ്ടില്ലേ? അത് ഞങ്ങള് പക്ഷെ കണ്ടത് മാനിറ്റോബ കേറിയപ്പോഴാണ്. ഏതോ ഒരെണ്ണം കുറുക്കൻ, അത്ര മതി. കുറുക്കൻ ഫോക്സ്. എന്തായാലും അതിനെ കണ്ടു. പിന്നെ കൊറേ റേവൻസിനെ കണ്ടു. ഇതല്ലാണ്ട് റേവൻ അത് ഞാൻ കണ്ടു, കുറേ റേവൻസ്. അതെ, അതല്ലാണ്ട് വേറൊന്നും കണ്ടില്ല. പക്ഷെ ഞങ്ങള് ഫുട് പ്രിന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മഞ്ഞ് ഉള്ളതിന്റെ വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ ഇങ്ങനെ ഇരുന്ന് വെറുതെ വെളിയിലോട്ട് നോക്കിയാലും നമുക്കിങ്ങനെ ഞങ്ങള് വന്ന വഴി ഞാൻ വീഡിയോ ഇടുമ്പോ നിങ്ങക്ക് മനസ്സിലാവും, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുക. അപ്പൊ അവിടെ ആര് കാല് പതിച്ചാലും അത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഫുട് പ്രിന്റ്സ് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു, ഒന്നുകിൽ മാൻ അല്ലെങ്കിൽ മൂസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ ഒരു മെമ്മറബിൾ ജേർണി ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞങ്ങൾ എടുത്തൊരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ഇനി നമുക്ക് റെജൈന വ്ളോഗ്സ് കാണാം ഗോയിങ് ഫോർവേഡ്. Bye bye.